ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. നമ്മൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായി കനം കുറച്ചരിഞ്ഞ സവാളയും ഇതിലിട്ടിട്ടുണ്ട്. ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബിരിയാണി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഈ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് സമയം എടുത്തു. നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗൈസ് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല. അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ അരിയാണ്. ഇതിൽ ക്യാരറ്റ്, പിന്നെ നമ്മളെ മസാലകൾ, ഉപ്പ് ഒക്കെ ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചതാണ്. ഇത് നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചതാണ്, മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. അങ്ങനെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായി വാടിയ ശേഷം അതിൻ്റെ സ്മെല്ലൊക്കെ പോയ ശേഷം അതിക്ക് അങ്ങനെ തക്കാളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തക്കാളി വാടിയിട്ടില്ല. തക്കാളിയെ കുത്തി കുത്തി വേവിക്കുന്നു. അങ്ങനെ ഇതെല്ലാം വെന്തോ. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടി, ഒരു ഏകദേശം 1/2 ടേബിൾ സ്പൂൺ. ഇനി അടുത്തത് മുളക് പൊടി. എരിവിനനുസരിച്ച് ഇടാവുന്നതാണ് മുളക് പൊടി. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ബീഫ് ചിക്കൻ തരം ഇറച്ചി ബിരിയാണി, എന്തുവരെ ബീഫ് ബിരിയാണി വെക്കുന്നുണ്ട് അതിക്ക് ചിക്കൻ അല്ല ബീഫ് മസാല, ചിക്കൻ മസാല ഉണ്ട്. ഇറച്ചി ബിരിയാണി വെക്കുന്നുണ്ട് അതിലേക്ക്. ബീഫ് ബിരിയാണി വെക്കുന്നതുകൊണ്ട് അതിലേക്ക് മീറ്റ് മസാല നമ്മൾ ഇട്ടിട്ടുള്ളത്. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാല ഇട്ടാൽ മതി. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് എടുക്കണം. ആദ്യം പുതിന ഇട്ടിട്ടുള്ളത്, അടുത്തത് മല്ലിയില, അടുത്തതായിട്ട് പെരിഞ്ചീരകം പൊടിച്ചെടുത്തത് ഇട്ടിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നീട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. മല്ലിച്ചപ്പും പുതിനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ബിരിയാണിയുടെ. അടുത്തത് നമ്മൾ ഗരം മസാലയും, അതും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അങ്ങനെ ഗരം മസാലയും കുരുമുളക് പൊടിയും വലിയ ജീരകം പൊടിച്ചതും, ഈ 3 പൊടികൾ ഇട്ടിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ മാം. അങ്ങനെ ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. മെയിനായിട്ടുള്ള ഐറ്റം തൈര്. പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് അധികവും ചേർക്കണം. പുളി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അടുത്തത് നമ്മൾ നാരങ്ങയാണ് ചേർക്കുന്നത്. ഒരു നാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കുരു അതിലേക്ക് വീണിട്ടുണ്ടോ അതെടുത്ത് കളഞ്ഞില്ല. അങ്ങനെ ഒരു നാരങ്ങ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. കുരു ഉണ്ടെങ്കിൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ കയ്പ്പരസം വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളങ്ങനെ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വേവിച്ച് വെച്ച ചോറിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2 ലെയറായിട്ട് നമ്മൾ ബിരിയാണി, അതിന് കുറച്ച് മസാല ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെയർ മസാലയും ബീഫും താഴെയുണ്ട്. അതിൻ്റെ മുകളിൽ പകുതി ചോറ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് 6 kg നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ബാക്കി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയും ബീഫും ഒക്കെ റെഡി ആയിട്ട് ഇതിലിട്ടുണ്ട്. മുകളിൽ
ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ചോറ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗരം മസാല, ഉള്ളി മൂപ്പിച്ച് രണ്ടാമത്തത് കാഷ്യൂനട്ട് കിസ്മിസ് നന്നായി നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ മുകളിലിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അടുപ്പത്തൊക്കെ വെച്ച് ദമ്മൊക്കെ ഇട്ട് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.